നെക്സ്റ്റ് പെരിയാറാണ്. അപ്പോൾ പെരിയാർ എന്ന് പറയുന്നത് കേരളത്തിലെ നദികളിൽ ഏറ്റവും വലിപ്പം കൂടിയ നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ജീവരേഖ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ജീവനാഡി എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ്. അപ്പോൾ പെരിയാർ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നതും അതുപോലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നതും പെരിയാറാണ്. 744 കിലോമീറ്ററാണ് പെരിയാർ ഒഴുകുന്നത്. പെരിയാർ ഉത്ഭവിക്കുന്നത്, പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന്, അതായത് പശ്ചിമഘട്ട മലനിരകളിലെ ശിവഗിരി മലയിൽ നിന്നുമാണ്, പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മലയിൽ നിന്നുമാണ് ഈ പറയുന്ന പെരിയാർ ഉത്ഭവിക്കുന്നത്. പെരിയാർ ഉത്ഭവിച്ച് ഇടുക്കിയിലും ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി എറണാകുളം ജില്ലയിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി പശ്ചിമഘട്ട മലനിരയായിട്ടുള്ള ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിച്ച് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി എറണാകുളത്തേക്ക് എത്തുകയും എറണാകുളത്ത് ആലുവയിൽ വെച്ച് ഇത് രണ്ടായി പിരിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആലുവയിൽ വെച്ച് രണ്ടായി പിരിയുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് മംഗലംപുഴ എന്നും അടുത്തത് മാർത്താണ്ഡംപുഴ എന്നും രണ്ട് പുഴകളായിട്ട് വിഭജിക്കുകയാണ്, അല്ലെങ്കിൽ രണ്ട് പുഴകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിൽ മംഗലംപുഴ എന്ന് പറയുന്നത് അറബിക്കടലിൽ ചെന്ന് ചേരുകയും മാർത്താണ്ഡംപുഴ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിൽ ചെന്ന് ചേരുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പെരിയാറിൻ്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത്. പെരിയാർ രണ്ടായിട്ട് വിഭജിക്കുന്നത് നമുക്കറിയാം. എറണാകുളം ജില്ലയിലെ ആലുവയിൽ വെച്ചാണ് പെരിയാർ രണ്ടായിട്ട് വിഭജിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ആലുവാപ്പുഴ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അതായത് ആലുവയിലൂടെ ഒഴുകി പോകുന്നതിനാൽ ആലുവാപ്പുഴ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഇനി ഈ പറയുന്ന പെരിയാർ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രമുണ്ട്. അപ്പോൾ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദിയാണ് ഈ പറയുന്ന പെരിയാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശങ്കരാചാര്യർ ഈ പറയുന്ന പെരിയാറിനെ വിശേഷിപ്പിക്കുന്നത് പൂർണ്ണ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ചൂർണി എന്നും പൂർണ്ണ എന്ന പേരിലും അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. അപ്പോൾ പെരിയാറിന്റെ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ജീവരേഖ, അതുപോലെ തന്നെ കേരളത്തിന്റെ ജീവനാഡി, പൂർണ്ണ, അതുപോലെ ചൂർണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി കൂടിയാണ് പെരിയാർ. അതുപോലെ ആലുവാപ്പുഴ എന്നും പെരിയാറിനെ അറിയപ്പെടാറുണ്ട്. പെരിയാറിലാണ് ഈ പറയുന്ന ആലുവയിൽ കാണപ്പെടുന്ന മാർത്താണ്ഡം പാലം എന്ന് പറയുന്നത്. പെരിയാറിന് കുറുകെയുള്ള ഒരു പാലമാണ് മാർത്താണ്ഡം പാലം എന്ന് പറയുന്നത്. ഇനി പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത നിലയങ്ങൾ കാണപ്പെടുന്നത്. പെരിയാറിലാണ്. പെരിയാർ നദിയെ ഉപയോഗപ്പെടുത്തിയാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ പെരിയാറിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും പെരിയാറിനാണ്. പെരിയാറിനാണ് കൂടുതൽ പോഷക നദികളും ഉള്ളത്. ഇനി പെരിയാറിന്റെ പോഷക നദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറഞ്ഞാൽ കട്ടപ്പനയാറ്, പെരിഞ്ചാൻകുട്ടിയാറ്, ചെറുതോണി, ഇടമലയാർ, പന്നിയാർ, മുല്ലയാർ, മുതിരയാർ, ഇതൊക്കെ പെരിയാറിന്റെ പോഷക നദികളാണ്. ഇനി പെരിയാറിന്റെ പോഷക നദികൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് പറയാം. ആ കോഡ് ഇങ്ങനെയാണ്: കട്ടപ്പ പെരിഞ്ചാൻകുട്ടിയെയും കൂട്ടി ചെറുതോണിയിൽ ഇടമലയാറ്റിലൂടെ പന്നിക്ക് മുല്ലയും മുതിരയും വാങ്ങാൻ പോയി എന്ന് പറയുന്ന കോഡ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാവും കട്ടപ്പ പെരിഞ്ചാൻകുട്ടിയെയും കൂട്ടി, അതായത് അതിനകത്ത് കട്ടപ്പ പെരിഞ്ചാൻകുട്ടി, കട്ടപ്പ എന്ന് വെച്ചാൽ കട്ടപ്പനയാർ, പെരിഞ്ചാൻകുട്ടിയെയും കൂട്ടി എന്ന് പറയുമ്പോൾ അവിടെ പെരിഞ്ചാൻകുട്ടിയാർ ഏതിലാണ് പോയത്? ചെറുതോണിയിൽ. ചെറുതോണി എന്ന് പറയുമ്പോൾ ചെറുതോണി എന്ന് പറയുന്ന പോഷക നദിയാണ്. ഇടമലയാറ്റിലൂടെ പന്നിക്ക് മുല്ലയും മുതിരയും വാങ്ങാൻ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇടമലയാർ അത് ഒരു പോഷക നദിയാണ്. അതുപോലെ പന്നിയാർ, മുല്ലയും മുതിരയും എന്ന് പറയുമ്പോൾ മുല്ലയാർ, മുതിരയാർ, ഇതൊക്കെ പെരിയാറിന്റെ പോഷക നദികൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ പറഞ്ഞു ജലവൈദ്യുത പദ്ധതികൾ അത് കൂടുതൽ പെരിയാറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പെരിയാറിലെ നമ്മുടെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് തിരുവിതാംകൂർ സർക്കാർ നിലവിലായിരുന്നപ്പോൾ പണി കഴിപ്പിച്ച 1940 പണി കഴിപ്പിച്ച പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. അത് പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരമ്പുഴയിലാണ് ആക്ച്വലി ഈ പറയുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. അപ്പം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരമ്പുഴയിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ആദ്യ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി, അത് കണ്ണൻദേവൻ ടീ പ്ലാന്റേഷൻ 1900 ഒരു ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കി. അതും പെരിയാറിലാണ്. അതുപോലെ തന്നെ പെരിയാറിലൊരു ഡാമുണ്ട്. ഏത് ഡാമാണ്? മുല്ലപ്പെരിയാർ ഡാം. നമുക്കറിയാം ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ആദ്യത്തെ അണക്കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ഈ പറയുന്ന മുല്ലയാറിലാണ്. അത് പെരിയാറിന്റെ പോഷക നദിയിലാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് കാണപ്പെടുന്നത്. ഇനി ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുണ്ട്. അതും ഏതിലാണ്? പെരിയാറിലാണ്. അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയും പെരിയാറിലാണ് കാണപ്പെടുന്നത്. അപ്പം ഒരുപാട് ജലവൈദ്യുത പദ്ധതികളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോഷക നദികളും ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളും പെരിയാറിലാണ് കാണപ്പെടുന്നത്. ഇനി പെരിയാർ ജലസേചന പദ്ധതിയുണ്ട്.
അപ്പോൾ ജലസേചന പദ്ധതിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുണ്ട്, അണക്കെട്ടുകളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതി പെരിയാറിലല്ലേ എന്ന് വിചാരിക്കാം. പക്ഷേ അല്ല, പെരിയാറിലല്ല ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ കാണപ്പെടുന്നത്. അപ്പോൾ ജലസേചന പദ്ധതിക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇനി പറയാൻ പോകുന്ന ഭാരതപ്പുഴയാണ്. അപ്പോൾ ജലസേചന പദ്ധതിയിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന ഏറ്റവും എണ്ണം ജലസേചന പദ്ധതികൾ കാണപ്പെടുന്നത് ഭാരതപ്പുഴയിലാണെന്ന് ഓർക്കുക, പെരിയാറിലല്ല. പക്ഷേ പെരിയാറിലുള്ള ജലസേചന പദ്ധതികളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ജലസേചന പദ്ധതിയാണ് ഭൂതത്താൻകെട്ട് എന്ന് പറയുന്നത്. അത് പെരിയാറിലാണ്, എറണാകുളം ജില്ലയിലാണ് ഭൂതത്താൻകെട്ട് കാണപ്പെടുന്നത്. ഇനി പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് 2 വെള്ളപ്പൊക്കത്തിന്റെ കേസ് നമുക്ക് പറയാനുണ്ട്. അതായത് 1341 ഒരു വെള്ളപ്പൊക്കം, അത് പെരിയാറിൽ നടന്നൊരു വെള്ളപ്പൊക്കമാണ്. 1341 വർഷം നടന്ന വെള്ളപ്പൊക്കമാണ്. ഈ വെള്ളപ്പൊക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അന്നുണ്ടായിരുന്ന മുസരിസ് അഥവാ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന തുറമുഖം എന്ത് ചെയ്തു, മൊത്തത്തിൽ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതായത് 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ട് അന്ന് നിലവിലുണ്ടായിരുന്ന മുസരിസ് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്ന തുറമുഖം നശിച്ചു പോവുകയും പിന്നീട് ആ തുറമുഖത്തിന് പകരം അത് കൊച്ചി തുറമുഖമായിട്ട്, പ്രധാന തുറമുഖമായിട്ട് മാറുകയും ചെയ്തു. അതിനൊക്കെ പകരം പിന്നെ കൊച്ചി പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിട്ട് മാറി. പക്ഷെ അന്ന് പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിരുന്നു ഈ പറയുന്ന മുസരിസ് അഥവാ കൊടുങ്ങല്ലൂർ തുറമുഖം. അത് നശിച്ചു പോയത് 1341 പെരിയാറിലെ വെള്ളപ്പൊക്കമാണ്. ഇനി അതുപോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഈ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1099, കൊല്ലവർഷം 1099 ഉണ്ടായ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ അത് നമ്മുടെ ഡേറ്റ് പറയുകയാണെങ്കിൽ AD 24 1924 വെള്ളപ്പൊക്കമാണ്. ആ വെള്ളപ്പൊക്കം നടന്നതും, അതായത് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം നടന്നതും പെരിയാറിലാണെന്ന് പറയാൻ പറ്റും. ഇനി പെരിയാറിന്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. മലയാറ്റൂർ പള്ളി, എറണാകുളത്ത് കാണപ്പെടുന്ന മലയാറ്റൂർ പള്ളി ഈ പറയുന്ന പെരിയാറിന്റെ തീരത്താണ്. അതുപോലെ തന്നെ ആലുവ ശിവരാത്രി മണപ്പുറം, അതും പെരിയാറിന്റെ തീരത്താണ്. പിന്നെ ആലുവയിലെ അദ്വൈതാശ്രമം എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെയാണ് അദ്വൈതാശ്രമം. അത് ആലുവയിലാണ്, അതും പെരിയാറിന്റെ തീരത്താണ്. അവിടെയാണ് ലോക സർവ്വമത സമ്മേളനമൊക്കെ നടന്നത്. അപ്പോൾ അത് ഈ പറയുന്ന പെരിയാറിന്റെ തീരത്താണ്. അതുപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായിട്ടുള്ള കാലടി, അതും പെരിയാറിന്റെ തീരത്താണെന്ന് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതവും തേക്കടി വന്യജീവി സങ്കേതവും അതുപോലെ തന്നെ പെരുന്തച്ചന്റെ ജന്മസ്ഥലമായിട്ടുള്ള ഉളിയന്നൂരും ഒക്കെ ഈ പറയുന്ന പെരിയാറിന്റെ തീരത്താണെന്ന് പറയാൻ പറ്റും. ഇനി പെരിയാറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ പെരിയാർ നിലവിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം നേരിടുന്ന നദികളുടെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് പെരിയാർ എന്ന് പറയുന്നത്. അപ്പം മുൻപ് ചാലിയാറായിരുന്നു മലിനീകരണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മലിനീകരണം നേരിടുന്ന നദി എന്ന് പറയുന്നത് ചാലിയാറായിരുന്നു. പക്ഷേ ഇപ്പോൾ ചാലിയാറിന്റെ അത്ര തന്നെ മലിനീകരണത്തിലേക്ക് വന്നിരിക്കുകയാണ് പെരിയാറും. അപ്പോൾ മലിനീകരണം നേരിടുന്ന പ്രധാനപ്പെട്ട നദികളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് ഇപ്പം പെരിയാർ. അപ്പോൾ പെരിയാർ, ചാലിയാർ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഏറ്റവും കൂടുതൽ മലിനീകരണം ചോദിക്കുമ്പോൾ പെരിയാറും ചാലിയാറും നമുക്ക് പരിഗണിക്കേണ്ടതായിട്ട് ഇപ്പം വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന ഒരു നദിയാണ് പെരിയാർ എന്ന് പറഞ്ഞു. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ 2 നദികളെയാണ് പരാമർശിക്കുന്നത്. ഒന്ന് പെരിയാറും മറ്റൊന്ന് പമ്പ. അതുകൂടി ഒന്ന് ആലോചിക്കുക. അപ്പം കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന 2 നദികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പെരിയാറും ഒന്ന് ഈ പറയുന്ന പമ്പ നദിയുമാണ് പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെരിയാർ എന്ന് പറയുന്ന ഒരു നദിയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ഇനി കേരളത്തിലെ 2ാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് തന്നെയാണ്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ആനമല എന്ന് പറയുന്ന മലയിൽ നിന്ന്, പശ്ചിമഘട്ട മലനിരയിലെ ആനമല എന്ന് പറയുന്ന ഭാഗം, അതായത് ആനമലയിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ഭാഗത്തുള്ള ആനമലയിൽ ഒരു പോത്തന്നൂർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നിന്നാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്, ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഭാരതപ്പുഴ ഉത്ഭവിച്ച്, അതായത് തമിഴ്നാട്ടിലെ ആനമല ഭാഗത്ത് നിന്നാണ് ഉത്ഭവിച്ച് പാലക്കാടൻ ചുരം താണ്ടി, അല്ലെങ്കിൽ പാലക്കാടൻ ചുരത്തിലൂടെയാണ് ഇത് ഭാരതപ്പുഴ കേരളത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, പ്രവേശിക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഭാരതപ്പുഴയുടെ ഉത്ഭവം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ള ആനമലയിലെ പോത്തന്നൂർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച ഭാരതപ്പുഴ തമിഴ്നാടിലൂടെ പാലക്കാടൻ ചുരം വഴി കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പാലക്കാട് സഞ്ചരിക്കുന്നുണ്ട്, പാലക്കാട് ജില്ലയിൽ കൂടി ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ ഒഴുകുകയാണ് ചെയ്യുന്നത്. അത് പാലക്കാട് ചുരത്തിലൂടെ കേരളത്തിൽ പ്രവേശിച്ച് തൃശ്ശൂർ ജില്ലയിലൂടെ ഒഴുകി മലപ്പുറത്തെ പൊന്നാനിയിൽ വെച്ചാണ് ഇത്
അറബിക്കടലിലേക്ക് പതിക്കുന്നതെന്ന് പറയാൻ പറ്റും. അതാണ് ഭാരതപ്പുഴ. ഇനി ഭാരതപ്പുഴയുടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിസ്തൃതമായിട്ടുള്ള നദീതടം ഉള്ളത് ഈ പറയുന്ന ഭാരതപ്പുഴയ്ക്കാണ്. അതായത് വിസ്തൃതമായിട്ടുള്ള നദീതടമുള്ള നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറല്ല, അത് ഭാരതപ്പുഴയാണെന്ന് പറയാൻ പറ്റും. ഭാരതപ്പുഴയെ നൈൽ, കേരള നൈൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നിള എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ പേരാൽ എന്ന് ഭാരതപ്പുഴയെ വിശേഷിപ്പിക്കാറുണ്ട്. വരട്ടാറ് എന്ന് ഭാരതപ്പുഴയെ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടുകാർ ഇതിനെ അമരാവതി എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വിശേഷണങ്ങളുള്ള ഒരു നദിയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാരതപ്പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് തൂതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഗായത്രിപ്പുഴ. ഇതെല്ലാം ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. ഇനി ഈ ഭാരതപ്പുഴയുടെ പോഷക നദികളെ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് നോക്കാം. ഗായത്രി കണ്ണാടിയിൽ നോക്കി കാൽപാദം തൂത്തു എന്ന് ഓർത്താൽ മതി. അതായത് അതിൽ ഗായത്രി, അതായത് ഗായത്രിപ്പുഴ, കണ്ണാടി, കണ്ണാടിപ്പുഴ, കാൽപാദം, അതായത് കാൽപാദം എന്ന് പറയുമ്പോൾ കൽപ്പാത്തിപ്പുഴ, തൂത്തു എന്ന് പറയുമ്പോൾ തൂതപ്പുഴ. ഇത്രയും പുഴകളാണ് ഭാരതപ്പുഴയുടെ പോഷക നദികളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇതിനകത്ത് തൂതപ്പുഴയുണ്ട്. അപ്പോൾ തൂതപ്പുഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കുണ്ട്. സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിൽ കാണപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് എന്തെന്ന് പറയുന്നത്, തൂതപ്പുഴ എന്ന് പറയുന്നത്. ഇനി തൂതപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള കുന്തിപ്പുഴയാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് മലിനീകരണം നേരിടുന്ന ഒരു നദി, അതായത് മലിനീകരണം ഒട്ടും തന്നെ ഇല്ലാത്തൊരു നദിയാണ് ഈ പറയുന്ന തൂതപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള കുന്തിപ്പുഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഈ ഭാരതപ്പുഴയിലേക്ക് തിരിച്ചു വന്നാൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള കണ്ണാടിപ്പുഴയുണ്ട്. അപ്പോൾ ഈ കണ്ണാടിപ്പുഴ അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേരിൽ വിളിക്കാറുണ്ട്, ചിറ്റൂർ പുഴ എന്ന് വിളിക്കാറുണ്ട്. ഭാരതപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള കണ്ണാടിപ്പുഴയെ ചിറ്റൂർ പുഴ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എഴുത്തച്ഛൻ ശോകനാശിനി പുഴ എന്നാണ് ചിറ്റൂർ പുഴയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ എഴുത്തച്ഛൻ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ഭാരതപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള ചിറ്റൂർ പുഴ അല്ലെങ്കിൽ കണ്ണാടിപ്പുഴയാണ് അത്തരത്തിൽ വിശേഷിപ്പിച്ചത്. ഇനി ഭാരതപ്പുഴയിലേക്ക് വന്നാൽ ഭാരതപ്പുഴയിലും ഒരുപാട് അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളും ജലസേചന പദ്ധതികളും കാണപ്പെടുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ കാണപ്പെടുന്നത് ഈ പറയുന്ന ഭാരതപ്പുഴയിലാണ്. ഏറ്റവും അധികം ജലസേചന പദ്ധതികൾ കാണപ്പെടുന്നത്. ഇനി ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് മലമ്പുഴ ഡാമാണ്. അതായത് മലമ്പുഴ അണക്കെട്ടാണ്. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ഭാരതപ്പുഴയിലാണ്. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് 1955 കെ കാമരാജാണ് ഈ പറയുന്ന ജലസേചന ആവശ്യത്തിനായിട്ട്, ജലസേചനം എന്ന ഉദ്ദേശത്തോടു കൂടി മലമ്പുഴ അണക്കെട്ട് പണി കഴിപ്പിക്കുന്നത്. അപ്പൊ ആ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ് കാണപ്പെടുന്നത്. ഇനി ഭാരതപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്കാരവുമായിട്ടും കേരള ചരിത്രവുമായിട്ടും ഒക്കെ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നദിയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അതായത് 12 വർഷത്തിൽ ഒരിക്കൽ തിരുനാവായ മണപ്പുറത്ത് നടക്കുന്ന മാമാങ്കം എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ സംസ്കാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ആഘോഷമാണ്. അത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അത് ഒരു പാട്ട് തന്നെയുണ്ട്, മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഭാരതപ്പുഴ. അതുപോലെ തന്നെ കേരള കലാമണ്ഡലം ചെറുതുരുത്തി, തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ കാണപ്പെടുന്ന കേരള കലാമണ്ഡലം അത് ഈ പറയുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ്. അതുപോലെ ഐവർമഠം ക്ഷേത്രം എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവർ നടത്തിയതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഐവർമഠം ക്ഷേത്രം. അതായത് കാശി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ദഹിപ്പിക്കുന്ന ഒരു ശ്മശാനം കാണപ്പെടുന്നത് ഈ പറയുന്ന ഐവർമഠം ക്ഷേത്രത്തിലാണ്. അതും ഭാരതപ്പുഴയുടെ തീരത്താണ്. അതായത് OV വിജയൻ, അതുപോലെ തന്നെ VKN, ഭരതൻ, ഇത്തരത്തിലുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ സംസ്കരിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഐവർമഠം ക്ഷേത്രത്തിലാണ്. അത്തരത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതും ഭാരതപ്പുഴയുടെ തീരത്താണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഭാരതപ്പുഴ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന മറ്റൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, അതാണ് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം. അതും ഈ പറയുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ്. അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശിമംഗലം, ആ കിള്ളിക്കുറിശിമംഗലവും ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനി ഭാരതപ്പുഴയുടെ തീരത്ത് പ്രസിദ്ധമായിട്ടുള്ള ഒരു കലാരൂപമുണ്ട്, അതാണ് തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന കലാരൂപം അത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്തെന്ന് അറിയപ്പെടുന്നത്. ഇനി കേരളത്തിലെ ഫസ്റ്റ് ഉരുക്ക് തടയണ അതും ഈ പറയുന്ന ഭാരതപ്പുഴയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഭാരതപ്പുഴയെ നിള എന്ന് വിശേഷിപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞു. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരെയും നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരെയുമാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അപ്പോൾ ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന ഒരു പുഴ എന്ന് പറയുന്നത് തൂതപ്പുഴയാണ്. അപ്പോൾ തൂതപ്പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. ഇനി അതുപോലെ തന്നെ OV വിജയന്റെ ഗുരുസാഗരം എന്ന് പറയുന്ന ഒരു രചന, അതിനകത്തും ഇതിവൃത്തമായിരിക്കുന്നത് ഈ പറയുന്ന ഭാരതപ്പുഴയാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു
ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. അതിനകത്ത് ഈ പറയുന്ന കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും പറളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഭാരതപ്പുഴയിലേക്ക് വന്ന് ചേരുന്നത്. ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും പറളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഭാരതപ്പുഴയിലേക്ക് എന്ത് ചെയ്യുന്നത്, വന്നു ചേരുന്നതെന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ തീരത്താണ് മലപ്പുറം ജില്ലയിൽ കാണപ്പെടുന്ന കുറ്റിപ്പുറം പാലം. ആ കുറ്റിപ്പുറം പാലത്തിന് സമീപത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് മിനി പമ്പ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലമുണ്ട്. അപ്പോൾ കുറ്റിപ്പുറം പാലവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പദ്ധതിയാണ് മിനി പമ്പ പ്രൊജക്ട് എന്ന് പറയുന്നത്. ആക്ച്വലി മിനി പമ്പ പ്രൊജക്ട് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഇത് പമ്പാ നദിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി വരും. പക്ഷെ അല്ല, മിനി പമ്പ പ്രൊജക്ട് റിലേറ്റഡ് ടു ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് മിനി പമ്പ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ശബരിമലയുടെ ഒരു ഇടത്താവളമായതുകൊണ്ടാണ് ഇതിനൊരു മിനി പമ്പ എന്നുള്ളൊരു പേര് കൊടുത്തത്. അല്ലാതെ പമ്പാ നദിയിൽ നടത്തുന്ന ഒരു പ്രോജക്റ്റ് അല്ല. ഭാരതപ്പുഴയുടെ ഒരു അതായത് ശബരിമലയുടെ ഒരു ഇടത്താവളമായിട്ട് ഭാരതപ്പുഴ ആ ഒരു ഭാഗത്തെ കണക്കാക്കുന്നത് കൊണ്ടാണ് അത് മിനി പമ്പ പ്രോജക്റ്റ് എന്നറിയപ്പെടാനായിട്ട് കാരണമാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്.